ഞാൻ എന്നും നിന്റെ മാത്രം. വേദികയും ശേഖറും എവിടെ കണ്ടുമുട്ടി, എങ്ങനെ കണ്ടുമുട്ടി, എന്തിനു കണ്ടുമുട്ടി, നിങ്ങൾക്കറിയണ്ടേ? കുറേ നാളുകൾക്ക് ശേഷം വേദികയുടെ മെസ്സേജ് ശേഖറിന് ട്വിറ്ററിൽ വന്നു. ഞാൻ ദുബായിലേക്ക് വരുന്നുണ്ട്, ശേഖർ എന്നോടൊപ്പം താമസിക്കണം. അതിന് മറുപടിയായി ശേഖർ പറഞ്ഞു, ഞാൻ വേദികയെ കാണാൻ വരും, പക്ഷേ കൂടെ താമസിക്കില്ല. അത് കേട്ടതും വേദിക ശേഖറിനോട് പിണങ്ങി. കാരണം എനിക്ക് ശേഖറിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണം, അതാണ് എൻ്റെ ആവശ്യം. വേദികയുടെ മെസ്സേജിൻ്റെ കാഠിന്യം കണ്ട് ശേഖർ അവളെ ആശ്വസിപ്പിച്ചു. ശരി ശരി, വിഷമിക്കേണ്ട, ഞാൻ ഒരാഴ്ച ദുബായിലുണ്ടാകും. ശേഖർ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നു. അതുകൂടാതെ എന്നെ അവിടെയുള്ളൊരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ രാഘുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അത് പ്രശ്നമല്ല, നമുക്ക് പോകാം. അപ്പോൾ ശേഖറിൻ്റെ ഭാര്യ ദേവിക ഇതറിഞ്ഞാൽ അത് വേദിക കാര്യമാക്കണ്ട, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടാൽ ശേഖർ എന്നോടൊപ്പം നിൽക്കുമോ? ആവശ്യമെങ്കിൽ അത് വേണം 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 എൻ്റെ കൂടെ തന്നെ നിൽക്കണം. എന്താ, എന്നെ വിശ്വാസമില്ലേ? വേദികയോട് എനിക്കുള്ള സ്നേഹവും വാത്സല്യവും വെറും ശാരീരികം മാത്രമല്ല, അതിലും വളരെ കൂടുതലാണ്. ഓക്കെ ഡിയർ, ഒന്നും വിചാരിക്കരുത്, ഞാൻ ശേഖറിനെ പരീക്ഷിക്കുകയായിരുന്നു. വേദിക ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അങ്ങനെ ഒരു വ്യാഴാഴ്ച വേദിക ദുബായിലെത്തി. ദുബായിൽ വന്ന വേദികയും ശേഖറിൻ്റെയും ആ ഒരാഴ്ചക്കാലത്തെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു, അത് നിങ്ങൾക്കറിയണ്ടേ? വേദികയും ദേവികയും തമ്മിൽ പിന്നീടുള്ള നാളുകളിൽ എന്ത് സംഭവിച്ചു? ദേവിക, ശേഖറിൻ്റെ ഭാര്യയായ ദേവിക എങ്ങനെയാണ് ഇതിൽ ഇടപെടുന്നത്? അവരുടെ ഇടയിലേക്ക് പിന്നീട് ആരൊക്കെ കടന്നു വരുന്നു, നിങ്ങൾക്കറിയണ്ടേ? അവരുടെ ജീവിതത്തിൻ്റെ തുടർ കഥകൾ നിങ്ങൾക്കറിയണമെന്ന് ഈ ഞാൻ എന്നും നിന്റെ മാത്രം ഈ പുസ്തകം വായിക്കൂ. ഒരു അനാഥ പെൺകുട്ടിയുടെയും 2 സെലിബ്രിറ്റികളുടെയും ഒരു പാവം സ്ത്രീയുടെയും കഥ പറയുന്ന മനോഹരമായ ഈ പുസ്തകം നിങ്ങളെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള മേഖലകളല്ലാതെ നിങ്ങൾക്ക് ആശ്ചര്യപ്പെടുന്ന തരത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഇത് എൻ്റെ ഉറപ്പാണ്.